പ്രിയപ്പെട്ടവരെ, മാർച്ച് 22 ശനി. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21 അധ്യായം 28 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു എന്നാണ് സുവിശേഷൻ ഇവിടെ വിവരിക്കാൻ പോകുന്നത്. ഒന്നാമൻ്റെ അടുക്കൽ പോയിട്ട് അവൻ പറയുകയാണ്, ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാനായിട്ട് പോകണം. അവൻ തടസ്സങ്ങളൊന്നും പറഞ്ഞില്ല, ഞാൻ പോകാമെന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ അതേ സമയത്ത് അവൻ പോയില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ രണ്ടാമൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവൻ പറഞ്ഞു, മുന്തിരിത്തോട്ടത്തിലേക്ക് പോവുക. അവനാകട്ടെ അത് നിരസിച്ചു. മുന്തിരിത്തോട്ടിൽ പോയി പണിയെടുക്കാൻ പറ്റില്ല, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. ഇഷ്ടമില്ലെങ്കിൽ ഇപ്പം എൻ്റെ പണിയെടുക്കാൻ പറ്റിയല്ലോ. എങ്കിലും അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പശ്ചാത്തപിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈശോ പറയുന്നു, ഇത് നോമ്പുകാലമാണ് എന്ന ചിന്തയോടുകൂടി നമ്മളിവിടെ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകണം. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും കൂടി നമ്മൾ ചിന്തിക്കാനായിട്ട് തയ്യാറാകണം. അതായത് പശ്ചാത്തപിച്ച് അവൻ പോയി എന്നാണ് സുവിശേഷൻ പറയണേ. ഇത് നോമ്പുകാലത്ത്, ഈ വലിയ നോമ്പുകാലത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ചെയ്യാതിരുന്ന കാര്യങ്ങൾ, നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നതും തിന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോയതിനെക്കുറിച്ചുള്ള പശ്ചാത്താപമാണ് നമുക്ക് ആവശ്യം. അതാണ് സുവിശേഷം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ എന്നിട്ട് പറയുകയാണ്, ഈ ഇങ്ങനെ 2 മക്കളുണ്ടല്ലോ, ഇവരിൽ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയതാരാണ്? അതാണ് ആ ചോദ്യത്തിന് ഈശോ കൊടുക്കുന്ന പ്രാധാന്യം. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയതാരാണ്? രണ്ടാമൻ എന്ന് പറയുകയാണ്. യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. ചുങ്കക്കാർ ചുങ്കം ഭരിച്ചുകൊണ്ട് തിന്മ പ്രവർത്തിച്ചവരാണ്, വേശ്യകൾ തിന്മ പ്രവർത്തിച്ചവരാണ്. അപ്പോൾ അവർക്കൊരിക്കലും ആ ഇസ്രായേൽ ജനതയുടേതായിട്ടുള്ള രക്ഷയോ അല്ലെങ്കിൽ വികസനമോ അനുഗ്രഹങ്ങളോ ഒന്നും കിട്ടില്ലാത്ത നിലയിൽ കിടക്കുന്നവരാണ്. അവർ എന്ത് ചെയ്തു? നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കും എന്ന് യേശു പറയുകയാണ്. എന്നാൽ ഇവിടെ ചെയ്ത കാര്യം വളരെ വ്യക്തമാണ്. യോഹന്നാൻ നീതി ആണ് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരെയും മുമ്പിൽ പ്രദർശിപ്പിച്ചത്. അങ്ങനെ നീതിയുടെ മാർഗത്തിൽ നിങ്ങളെ സമീപിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. ഒരു വിഭാഗം ജനതയോട് പറയുന്ന കാര്യങ്ങളാണ്. നീതിയുടെ പശ്ചാത്തലത്തിൽ വന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അവനിൽ, ആ വ്യക്തികളിൽ, ആ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ആ കാര്യങ്ങൾ സ്വീകരിച്ചില്ല. എന്നാൽ ഈ പിടിച്ചുപറിക്കാരും കൊള്ളരുതാത്തം പ്രവർത്തിച്ചവരും വേശ്യകളായിട്ടുള്ളവരും എല്ലാം നീതിയുടെ പശ്ചാത്തലത്തിൽ ആ മാർഗത്തിലൂടെ അവനിൽ വിശ്വസിച്ചു. മാനസാന്തരം അവിടെ ഉണ്ടായി. ഇതെല്ലാം കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം നിങ്ങൾ അനുതപിച്ചില്ല. ഇങ്ങനെ ഉള്ള ചിന്ത തരുന്ന ഈ നിമിഷത്തിൽ നമ്മുടേതായിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകളെ കുറിച്ച് പശ്ചാത്തപിക്കുകയും പോരായ്മകൾ തിരുത്താനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നിലേക്ക് ഒന്ന് കടന്നു ചെല്ലാനുള്ള അവസരമായിട്ട് ഇതിനെ കാണണം. അങ്ങനെ പോരായ്മകളും കുറവുകളെല്ലാം പരിഹരിക്കാൻ നമുക്ക് ഇടയാകട്ടെ. നമ്മുടെ തെറ്റുകളെക്കുറിച്ച് നമുക്ക് പശ്ചാത്തപിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ യാവർപിതാവിൻ്റെ സംരക്ഷണവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.